പടച്ചോനിപ്പോ പുതിയത് ഓരോ പുതുമയാ, ഓരോന്നിനും പുതിയ പുതിയ പേരുകളാ ഉണ്ടല്ലേ. ഇപ്പോ തൂഫാൻ എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം പിടിയ ബറക്കത്തിന് മൊത്തം പിടിക്കണം നമ്മുടെ ആൾക്കാരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാലോചിക്കുക. അപ്പൊ നല്ല പേര് തൂഫാൻ. പണ്ടൊരു തൂഫാൻ ഇറങ്ങി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. എന്തായാലും ആ പേര് നല്ല പേരാ. ബിസ്മില്ലാ. അപ്പൊ അൽഹംദുലില്ലാ, ഒരിക്കലും നഷ്ടമാകില്ല. ഒരൊറ്റ ഉപദേശം, ഇതിനകത്ത് ഇട്ടിട്ട് രണ്ടാമത് എടുക്കാൻ പാടില്ല. നമ്മളെങ്ങനെയെന്നറിയോ, ബക്കറ്റ് മുമ്പിൽ വരുമ്പോ അകത്തിട്ടിട്ട് പടച്ചവന് 100 രൂപ ഇട്ടിട്ട് 90 ഇവൻ എടുക്കും, 10 അല്ലാഹ്ക്ക് കൊടുക്കും. ആ പരിപാടിയില്ല. ഉള്ളത് അൽഹംദുലില്ലാ നല്ല മനസ്സോടെ അല്ലാഹുവേ പടച്ചവനെ സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, മാരകമായ രോഗങ്ങളെ കരിച്ചു കളയുമെന്നാണ്, അപകടങ്ങളും ദുരന്തങ്ങളും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചവനെ നല്ല മനസ്സോടെ ഒരു സദഖ എടുക്ക്. അല്ലാഹുവേ കൊടുക്കുന്നത് വെറുതെയാകില്ല. പടച്ചവനെ ഉസ്താദ് അവരുടെ കയ്യിൽ ആരെന്ത് കൊടുത്താലും പടച്ചവനെ എവിടെ പോയാലും ഉസ്താദിന്റെ ജീവിതം അങ്ങനെയാണോ. തൃക്കരിപ്പൂര് മുനവ്വറിലാണെങ്കിലും ഉസ്താദിന്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സദഖ കൊടുത്താലും അത് കൊണ്ടുവന്ന് എഴുതി വെക്കുമായിരുന്നു. ഉസ്താദ് എടുക്കാറില്ല. പടച്ചവനെ ഉസ്താദ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ചെറുതും വലുതുമായി ഓരോരുത്തരും അതാ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തത് കൊണ്ടാണ് ഈ മനോഹരമായി 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം എങ്ങനെ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ വലിയ മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു. പടച്ചവനെ ഈ നാടിന്റെ വെളിച്ചമായി ഈ വളർന്നു വരുന്ന യുവതലമുറ രക്ഷപ്പെടാൻ പടച്ചവനെ പെൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള മനോഹരമായ ഒരു സ്ഥാപനം ഇത് ഉസ്താദിന്റെ കയ്യിൽ കെട്ടിയതാണ്. ഈ കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണോ. ഇതൊന്നും വെറുതെയാകില്ല. നിങ്ങൾ കൊടുക്കുന്ന ഈ സദഖ പടച്ചവനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനാണ്. ഈ പെൺമക്കള് പടച്ചവനെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമായി വഴിതെറ്റി പോകുന്ന പെൺകുട്ടികള് പടച്ചവനെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് നയിക്കാറ്. ഒരു സ്ഥാപനം ഇവിടെ നടക്കുമ്പോൾ അതിലേക്കാണ് സഹോദരങ്ങളെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അത് നഷ്ടമാകില്ല, അത് നഷ്ടമാകില്ല. പെങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ മാരകമായി അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചവരെ അപകട മരണങ്ങള് മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണങ്ങളെ തൊട്ട് ഈ സദഖ കൊടുക്കുന്നവരെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് കൊടുക്കുന്നത് വെറുതെയാകില്ല സഹോദരാ. നിങ്ങൾ പലരും കൊടുത്തവരാണ്, നിങ്ങൾ പലരും കൊടുത്തവരാണ്. ആ കൊടുത്തത് കൊണ്ടാണ് അൽഹംദുലില്ലാ ഇന്ന് സ്ഥാപനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ ഉസ്താദിനോട് വല്ലാത്ത സ്നേഹമുള്ളവർ, ഉസ്താദിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടവർ, ആ കൊടുത്തതൊക്കെയാണ് പടച്ചവനെ ഇന്ന് ഈ നാട്ടിലും ഈ സ്ഥലത്ത് കാണാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ല മരണം കെട്ടാ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ വെറുതെ കിട്ടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു ഇതുപോലെയുള്ള മനോഹരമായ ഒരു മരണം പടച്ചവനെ കൊതിക്കാറില്ലേ. പടച്ചവനെ കിലോമീറ്ററുകളോളം ഉസ്താദിന്റെ ജനാസ കാണാറ്. ഈ നാട് ഇതുപോലെ ജനസാഗരമായ വേറെ ഒരു ദിവസമില്ലടോ. പടച്ചവനെ എത്ര പ്രാവശ്യമാണ് മയ്യത്ത് നിസ്കരിച്ചത്. അവസാനം നൃത്തം എന്ന് പറയുന്ന അവസ്ഥയെത്തിയില്ലേ. അല്ലാഹുവേ ഇതുപോലെ മനോഹരമായ ഒരു മരണം കൊതിക്കാത്ത ആരാവുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നല്ല മരണം വേണോ പെങ്ങളെ, നല്ല മരണം വേണോ. നല്ല മരണം കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാ അല്ലാഹുവിനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറ്റാൻ പറ്റുമോ പെങ്ങള്? എല്ലാവരെയും ഇറക്കി വെക്ക്, എല്ലാവരെയും ഇറക്കി വെക്ക്. എന്നിട്ട് ആ ഹൃദയത്തിന്റെ അകത്ത് ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബ് പെങ്ങളെ നിന്നെ
നിന്റെ കണ്ണൊന്ന് നനഞ്ഞ ആ കണ്ണുനീര് തുടച്ചു തരുന്നവൻ അല്ലാഹുവാണ്. നിനക്ക് സർവ്വതും തരുന്നവൻ അല്ലാഹുവാണ്. ആ പടച്ച റബ്ബ് തീരുമാനിച്ചതല്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആ പടച്ച റബ്ബ് നിന്നെ ഒരിക്കലും കൈവിടൂല. ഭർത്താവ് കൈവിട്ടേക്കാം, മക്കള് കൈവിട്ടേക്കാം, കൂടപ്പിറപ്പ് കൈവിട്ടേക്കാം, കുടുംബക്കാര് കൈവിട്ടേക്കാം. പക്ഷേ ആര് കൈവിട്ടാലും അല്ലാഹു ഒരിക്കലും നിന്നെ കൈവിടൂല. ആര് കൈവിട്ടാലും അല്ലാഹു നിന്നെ കൈവിടൂല. നീ കരഞ്ഞാ ചിലപ്പോ നിന്റെ ഉമ്മയ്ക്ക് വേദനിക്കണമെന്നില്ല, വാപ്പയ്ക്ക് വേദനിക്കണമെന്നില്ല, മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ ഒരടിമയുടെ കണ്ണ് നിറഞ്ഞ അല്ലാഹുവിന് സങ്കടമാ പെണ്ണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഹൃദയത്തിന്റെ അകത്ത് കയറ്റിയാൽ അല്ലാഹുവിന് നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു സ്ഥാനം കൊടുത്താ അതാ കാബുദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വരികയാണ്. പെങ്ങളെ, നിന്റെ കണ്ണുകൊണ്ട് കാണുകയാ. അന്ന് നിനക്കും മലക്കുകളെ കാണാൻ പറ്റും പെങ്ങള്. ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. അന്ന് എല്ലാവരുടെ കണ്ണുകളും അല്ലാഹു തുറക്കുകയാണ്. മലക്കുകളെ കാണാൻ പറ്റുകയാണ്. കാണാൻ കഴിയാത്ത പല കാഴ്ചകളും കാണുകയാണ്. 70,000 വരുന്ന മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അവര് സലാം പറയുകയാ. അവരെ സലാം പറഞ്ഞ് സ്വീകരിക്കുകയാ. പടച്ചവരെ, മലക്കുകൾ കടന്നു വന്നിട്ട് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അതാ റൂഹ് പിടിക്കുന്ന സമയത്ത് മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ നീയൊന്ന് സങ്കടപ്പെടുമ്പോ, നീയൊന്ന് കരയുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, എന്തിനാടാ സിറാജേ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാ നീ ദുഃഖിക്കുന്നത്? നീ വിഷമിക്കല്ലേ, നീ സങ്കടപ്പെടല്ലേ, നീ എന്തിനാ കരയല്ലേ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. പടച്ചവനെ, എന്നിട്ട് അത് മാത്രമല്ല, സ്വർഗം എടുത്തിങ്ങനെ കാണിച്ചു തരികയാണ്. വാബ്ശിറൂ ബിൽ ജന്നാ. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം. ഇതിനു വേണ്ടിയല്ലേ ജീവിച്ചത്, ഇതിനു വേണ്ടിയല്ലേ ദുആ ചെയ്തത്. ഇതാണടാ സ്വർഗമെന്ന് കാണിച്ചു തരികയാണ്. വാപ്പാ, അല്ലാഹുവേ, മലക്കുകൾ നിന്റെ ചാരത്ത് നിൽക്കുകയാണ്. മലക്കുകൾ നിന്റെ ചാരത്ത് നിൽക്കുകയാണ്. ആ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞു തരുന്നത് മക്കളല്ല വാപ്പാ, കൂടെ പറപ്പല്ല വാപ്പാ, ഭർത്താവല്ല പെങ്ങള്, മാതാപിതാക്കളല്ല പെങ്ങള്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലമുടയുടെ ഭാഗത്ത് നിന്നിട്ട്, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ശരീരത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെറുതെ പറഞ്ഞതല്ല. സിറാജ്
കൊതിപ്പിക്കാൻ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. മലക്കുകൾ അവിടെ നിന്ന് പറയും, ഞങ്ങൾ ആരാണെന്നറിയോ? ഞങ്ങൾ ആരാണെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ ഞങ്ങള്. പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാദത്ത് കലിമ അവിടെന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് മലക്കുകൾ പറയുകയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് നിന്റെ റൂഹിനെ പൊതിയാനുള്ളതാ, ഇത് നിന്റെ റൂഹിനെ പൊതിയാനുള്ളതാ. പടച്ചവരേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മലക്കുകളെ സ്വാഗതം പറയുന്ന ഒരു മരണം വേണ്ടേ പെങ്ങള്? അങ്ങനെയുള്ള ഒരു മരണം വേണമെങ്കിൽ ഒരേ ഒരു നന്മ ചെയ്യ്. നിന്റെ ഹൃദയത്തിന്റെ അല്ലാഹനെ കേറ്റ്, നിന്റെ ഹൃദയത്തിന്റെ അല്ലാഹന് സ്ഥാനം കൊടുക്ക്. അല്ലാഹ് കേറിയാ നീ രക്ഷപ്പെടും പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, വഅദ് പറയുന്ന ഉസ്താദന്മാർക്ക് നിങ്ങളോട് ഒരാളോടും വെറുപ്പില്ല പെങ്ങള്, നിങ്ങളോട് ഒരാളോടും ദേഷ്യമില്ല പെങ്ങള്. പിന്നെ എന്തുകൊണ്ടാണ് ഉസ്താദന്മാര് നിങ്ങളോട് പറയുമ്പോൾ ഇത്തിരി അമിതമായി പറയുന്നത്? ഇത്തിരി അമിതമായി പറയുന്നത് നിങ്ങൾ നന്നായേ പറ്റൂ, നിങ്ങൾ നന്നാകണം. പെണ്ണ് നന്നായാൽ എല്ലാം നന്നായി. പെണ്ണിന്റെ പ്രിയപ്പെട്ടവര്, അൽഹംദുലില്ലാഹ്, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാ. പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾക്കൊക്കെ നിങ്ങളോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്ന്. ഒരിക്കലും ഇല്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ലത് ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, അൽഹംദുലില്ലാഹ്, ഇവിടെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എത്ര വിദ്യാർത്ഥികളുണ്ട് ഇപ്പൊ ഇവിടെ? ഇവിടെ നിന്ന് 100ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി. ഇപ്പൊ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 140ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു എല്ലാരെയും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ആമീൻ പറ. നീ വിചാരിക്കും, ഉസ്താദ് ഇനി എന്റെ പെണ്ണുമ്പിള്ള നന്നായിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ? ആക്കാ, നീ മാത്രം നന്നായിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മാത്രം നന്നായിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ നന്നായിട്ട് കാര്യമില്ല. നമ്മുടെ പെണ്ണുമ്പിള്ള കൂടെ നന്നാകണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹിനെ പേടിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ? എടോ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നമ്മൾ ചരിത്രം പഠിക്കണം. ഇപ്പൊ ബോറടിക്കുന്നുണ്ടോ? നിർത്താറായോ? 11:30 ആയതല്ലേ ഉള്ളൂ. വാച്ചി നോക്കുന്നുണ്ടല്ലോ. നിർത്താറായോ? ഒറ്റ ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പറയണോ നിർത്തണോ? ഇത് ചുമ തുടങ്ങി. പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ ഫാനൊന്നു ഞാൻ ഇരുന്നോട്ടെ. ഒന്നാമത് എനിക്ക് സുഖമില്ലായിരുന്നു. ഡോക്ടർമാര് സർജറി ഒക്കെ പറഞ്ഞു, കൂടുതൽ നിൽക്കാനും നടക്കാനും ഒന്നും കഴിയണില്ല. അതിനിടെ ഹജ്ജിനും കൂടെ പോയി. ഹജ്ജെന്ന് പറഞ്ഞാൽ പടച്ചവനെ നടത്തുവാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കിലോമീറ്ററുകൾ നടക്കണ്ടേ. അള്ളാഹു ശാരീരികമായിട്ട് ഇത്തിരി പ്രയാസങ്ങളുണ്ട്. അള്ളാഹു രോഗങ്ങളൊക്കെ ശുഭ നൽകുമാറാകട്ടെ. ഇരുന്നോട്ടെ. നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഇരുന്നോട്ടെ. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങളോട് ആരോടും വൈരാഗ്യമൊന്നും ഒരു ഉസ്താദന്മാർക്കും ഇല്ല. ഉസ്താദന്മാർക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉള്ളൂ. പക്ഷെ നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ വീട് നന്നായി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ ആണുങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലുള്ള പെണ്ണുങ്ങൾ നല്ലവരല്ലെങ്കിൽ നമ്മുടെ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ നല്ലവരല്ലെങ്കിൽ മക്കൾ എന്തായി പോകും? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? മക്കൾ എന്തായി പോകും? പാപ്പ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഉമ്മ നല്ലവളല്ലെങ്കിലും മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോകും. ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്? ഭാര്യയുടെ കയ്യിൽ. ഓള് നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകുമെന്ന് ഞാൻ ചരിത്രം പറഞ്ഞുതരാം.
950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി വഅദ് പറഞ്ഞതുപോലെ ലോകത്ത് വേറെ ആരും വഅദ് പറഞ്ഞിട്ടില്ല. 950 വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ വഅദ് പറഞ്ഞ പ്രവാചകനാ നൂഹ് നബി. അതുപോലെ വേറൊരു നബിയും വഅദ് പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം വഅദ് പറഞ്ഞ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. ഏറ്റവും കുറഞ്ഞ കാലം വഅദ് പറഞ്ഞ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അള്ളാഹുവിനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു. ഈ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യക്ക് അള്ളാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു. അള്ളാഹുവിനെ വിശ്വാസം ഇല്ലാതെ വന്നപ്പോ തന്റെ പോനും തലതിരിഞ്ഞു പോയി. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ തന്റെ പൊന്നാര മകൻ വെള്ളത്തിൽ മുങ്ങുമ്പോ പാപ്പ കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് വിളിക്കുന്നുണ്ട്, മോനെ, ഉപ്പച്ചിയുടെ പൊന്നു മോനിങ്ങി കേറ്. ഇത് സാധാരണ മഴയോ വെള്ളപ്പൊക്കോ ഒന്നുമല്ല, ഇത് അള്ളാന്റെ അദാബാ. അതുകൊണ്ട് വാപ്പച്ചിയുടെ പൊന്നു മോൻ ഉപ്പാന്റെ കൂടെ കൂടിക്കോ. അൽഹംദുലില്ലാ, ഈ കപ്പലിൽ കേറി നീ രക്ഷപ്പെടും. വാപ്പാടെ പണി നോക്കിക്കോടെ. പച്ച മലയാളത്തിൽ പറഞ്ഞ ആ തലതിരിഞ്ഞ മകൻ വാപ്പാനോട് പറയുന്നു, വാപ്പാടെ പണി നോക്കിക്കോ. വെള്ളപ്പൊക്കം ഉണ്ടായ ആ മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും. സുബ്ഹാനല്ലാഹ്. തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് ആ മോൻ ചത്തുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ മകനാ. രണ്ടാമത്തെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം. ആ പ്രവാചകനും ദഅവത്തെടുത്തിയ നബിയാ. പക്ഷെ ഭാര്യക്ക് അള്ളാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു. മക്കളും തലതിരിഞ്ഞു പോയി. ഇതിനെന്ത് മനസ്സിലായി? അതുകൊണ്ട് ആ ഭാര്യമാര് നന്നാകണം, നമ്മളും നന്നാകണം, നമ്മുടെ ഭാര്യമാര് നന്നാകണം. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും. അവളുടെ ഭർത്താവ് നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. നല്ല ഉമ്മമാരുടെ, അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിൽ നല്ല മക്കൾ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരോട് പറയുന്നത്, എടാ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കിടന്ന് കറങ്ങുന്നതിനെ ഒന്നും കെട്ടാൻ നിൽക്കാതെ എടാ നല്ല ദീനുള്ളതിനെ കെട്ടാൻ പറയണേ. അതുകൊണ്ടാ ദീനുള്ളതിനെ കെട്ട്. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോന്നാ നോക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റീൽ ഉണ്ടെന്ന്. ഇന്നലെ എങ്ങാണ്ട പഠിച്ചോനെ ഒരു മരണം നിങ്ങളുടെ കാസർഗോഡ് കണ്ടപ്പല്ല ഉസ്താൻ ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ദീനുള്ളതിനെ കെട്ടാൻ. പണമല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല, ദീനുള്ളതിനെ കെട്ടാൻ. ഈ ദീനുള്ളതിനെ കെട്ടിയാലുള്ള പ്രയോജനം എന്താ? ഞാൻ നിർത്താം. ദീനുള്ളതിനെ കെട്ടിയാലുള്ള പ്രയോജനം, എടാ ഈ പഠിച്ച നല്ല അറിവുള്ളവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ വേണം വിവാഹം കഴിക്കാൻ. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ദീനുള്ളതിനെ കെട്ടണം. ദീനുള്ളതിനെ കെട്ടിയാൽ കുടുംബം റാഹത്തായി. അല്ലാഹു നമ്മുടെ കുടുംബം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. രാത്രി ഇറങ്ങി നടക്കും. നമ്മുടെ ഭരണാധികാരിയെ പോലെയൊന്നുമല്ല ഉമർ തങ്ങൾ. വല്ലാത്ത ടെൻഷനാ. അള്ളാഹുടെ മുമ്പിൽ കണക്ക് പറയണം. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നു. ഇങ്ങനെ ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്ന് അവസാനം വെളുപ്പാങ്കാല സമയം ആകാറായി. ഉമർ തങ്ങൾ ഇങ്ങനെ തിരിച്ചു പള്ളിയിലേക്ക് പോവാ. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഒരു വീടിന്റെ അകത്ത് വല്ലാതെ വഴക്ക് നടക്കുന്നു. വഴക്കാരൊക്കെ ഉമ്മായും മോളും തമ്മിൽ വല്ലാത്ത വഴക്ക്. ഇന്ന് വീട്ടിനകത്ത് വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാലത്തിനാ. 19 വയസ്സുകാരൻ 45കാരിയെ കെട്ടുന്ന കാലവാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അത് 5 പറ്റുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പ്രേമത്തിന് കണ്ണും കാലും ഇല്ലാന്ന് ഇപ്പോഴാ മനസ്സിലാവണേ. പണ്ടൊക്കെ എല്ലാരും പറയാം അതിന് കണ്ണും കാലൊന്നും. ഇപ്പൊ എല്ലാം ഉണ്ട്. നാല് ശേഖ് ഉമ്മാന്ന് വിളിക്കണം. സ്വന്തം അമ്മയെ കെട്ടിയവനും ഉണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മാടെ അനിയത്തിയെ കെട്ടിയവനെ നമുക്കറിയാം. ചിരിക്കുന്നു, അവരാരി ചിരിക്കുന്നു. ഉമ്മാടെ അനിയത്തി എന്ന് പറഞ്ഞ ആരാടോ എന്നരച്ചയ്ക്ക്. കാലിപ്പം അങ്ങനെ ആയി. ചിരിക്കൊന്നും വേണ്ട. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയുടെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകം താമസിച്ചു. സഹായം ചെയ്തു കൊടുത്തത് +1 പഠിക്കുന്ന സഹോദരിയ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ എന്താ അത്ഭുതത്തോടെ ഇരിക്കണേ? സ്വന്തം അനിയത്തി 9ാം ക്ലാസ്സിൽ പഠിക്കണ അനിയത്തിയുടെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകം താമസിച്ചു. ഹെൽപ്പ് ചെയ്തതാരാ? സ്വന്തം താത്ത. നാളെ രാവിലെ പത്രത്തിൽ കാണാം 16കാരിയെ പീഡിപ്പിച്ച പെണ്ണിന്റെ കഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. എവിടെത്തി നിൽക്കുന്നു? സുബ്ഹാനല്ലാഹ്. ഇതപ്പ ഞാൻ പറഞ്ഞേ,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ പോകുമ്പോ മോളും ഉമ്മായും കൂടെ നല്ല വഴക്ക്. എന്താപ്പാ വഴക്കെന്താന്ന് അറിയണമല്ലോ. ഉമർ തങ്ങൾ ഒന്ന് നിന്നു. ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മ മകളോട് പറയുന്നുണ്ട്, പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ. കാമുകന് വേണ്ടിയുള്ളതല്ലായിരുന്നില്ല, പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ. അപ്പൊ മോൾ ഉമ്മച്ചിയോട് പറയുന്നു, ഇത് ചതിയാ, ഇത് പാപവാ. ഞാൻ ചെയ്യൂല ഉമ്മ, ഇത് തെറ്റാ ഉമ്മ. പാലിന്റെ അകത്ത് വെള്ളം കലർത്തിയിട്ട് കൊടുക്കുന്നത് തെറ്റാണ്, അത് വഞ്ചനയാ, ഞാൻ ചെയ്യൂല. ഉമ്മ ഉടനെ പറയാ, ബാക്കിയൊക്കെ വയലൊക്കെ പിന്നെ പറയാം, പൊടിക്ക് വെള്ളം വയലൊക്കെ നമുക്ക് പിന്നെ പറയാം, നിന്നോട് ഞാൻ പറയുന്നത് കേക്ക്, നീ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്ക്. ഈ മോൾ ഉമ്മാനോട് പറയുന്നുണ്ട്, ഉമ്മച്ചി രാജ്യം ഭരിക്കുന്നത് ഉമറാ, ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യത്തിന്റെ ഭരണാധികാരി. ഞാൻ ഈ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മൾ രണ്ടെണ്ണത്തിനും വെറുതെ വിടൂല, ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമ്മ ചിരിച്ചോട്ട് ചോദിക്കുന്നുണ്ട്, ഉമർ നീ പാലി വെള്ളം ഒഴിക്കുന്നത് കാണാനിരിക്കും, ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങാം. ഉമർ നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാ, ഖലീഫ ഇപ്പൊ വന്നിട്ട് നീ പാലി വെള്ളം ഒഴിക്കാൻ അറിയാൻ നിക്ക? ഉമർ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ, നീ പാലിൽ വെള്ളമൊഴിക്ക്. ഉമ്മ രണ്ടാമതും തന്റെ പൊന്നാര മകളെ നിർബന്ധിക്കുമ്പോ ആ മകൾ ഉമ്മാനോട് മൂന്നാമത് ചോദിച്ച ചോദ്യം, ഉമ്മച്ചി ഉമർ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ഉമ്മ. ഉമർ കാണുന്നില്ല, ഖലീഫ ഉമർ അറിയുന്നില്ല, പക്ഷെ അല്ല അറിയുന്നുണ്ട്, അല്ല കാണുന്നുണ്ട്, ഞാൻ വെള്ളം ഒഴിക്കൂല. പടച്ചോനെ, ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് ആ മറുപടി കേട്ടപ്പോ വീട്ടിൽ നേരെ പള്ളിയിൽ പോയി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണ് ആരാന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ. ഇന്ന വീട്ടിൽ പോയിട്ടൊരു പെൺകുട്ടിയുണ്ട്, അവൾ ആരാന്ന് അന്വേഷിച്ചിട്ട് വരണം. ഒരാളെ ഉമർ നിങ്ങൾ പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോ ഒരു യതീമായ ഒരു പെൺകുട്ടിയാ, പാപ്പ ഇല്ല, മരണപ്പെട്ടു പോയി. ഉമ്മയും മുകളും മാത്രമേ ഉള്ളൂ. ഈ ഉമ്മയും നല്ല ഉമ്മയാ, മോശക്കാരിയൊന്നുമല്ല. പാലിന് വെള്ളമൊഴിക്കാൻ പറഞ്ഞ കഥ വരാനുള്ള കാരണം, ആ വീട്ടിലാകെ വരുമാനം ഒരൊട്ടകമാ. ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ടാ ഇവര് ജീവിക്കണേ. ആഴ്ചകളായിട്ട് ഒട്ടകത്തിന്റെ പാലില്ലാത്തത് കാരണം വീട്ടിൽ പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടിയ. 2 ആഴ്ചകളായി വീട് പട്ടിണിയാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു അല്പം പാല് കിട്ടി. അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു, ആ പാലിന്റെ അകത്ത് ഇത്തിരി വെള്ളം ഒഴിക്കാൻ. ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് ആ മോള് പറയുന്നത്, പാപമാ, വഞ്ചനയാ, അല്ല കാണുന്നുണ്ട്. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. നേരെ വീട്ടിൽ പോയി 2 ആമക്കളെയും വിളിച്ചിങ്ങ് വാടാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. വീട്ടിൽ ചെന്നിട്ട് ആമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഒരു പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്, യതീമ, പാവവ, ഒന്നുമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഉമർ തങ്ങൾ തന്റെ മക്കളെ വിളിച്ചിട്ട് പറയാ, വാപ്പയായി എനിക്ക് ആ മോളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പ്രായമായത് കൊണ്ട് പറ്റൂല. മക്കളെ, അവർക്ക് പണമില്ലെങ്കിലും വലിയ കുടുംബ മഹിമയൊന്നുമില്ലെങ്കിലും മക്കളെ, അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല ഉണ്ടടാ, ദീനുണ്ടടാ, ആരാടാ കിട്ടുന്നേ? 2 മക്കളോടും ചോദിച്ചു. ആ പെണ്ണ് അള്ളാനെ പേടിയുള്ളതാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു വാക്കു പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ആ ഉമർ തങ്ങൾ തന്റെ മക്കളോട് പറഞ്ഞ ഒറ്റ വാചകം, ദീനുണ്ട്, അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയുണ്ട്, ആരാ കെട്ടുന്നേ? ഉമർ തങ്ങളുടെ മൂത്ത മകൻ പറഞ്ഞു, ഞാൻ റെഡിയാവപ്പ. ദീനുണ്ടോ, അല്ല ഉണ്ടോ, എനിക്ക് വേണം അവളെ. പണമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും പടച്ചവനെ, ദീനുണ്ടോ, എനിക്ക് വേണം ബാപ്പാ. ഉമർ തങ്ങളുടെ പൊന്നാര മകനെ പടന്ന് വിവാഹം കഴിക്കുകയാണ്. ഇതാണടാ ചെറുപ്പക്കാരാ ദീനുള്ളതിനെ കെട്ടാൻ പറയുന്നത്. ദീനുള്ളതിനെ കെട്ടിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അതാ ചരിത്രം പഠിക്കുന്നവരാണല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. കരയും ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഖുർആൻ ഓതിയിട്ട് കരയുമായിരുന്നു. ചാട്ടവാറ് കൊണ്ട് സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് പടച്ചവനെ കരയുമായിരുന്നു. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ശൈഖുന മാണിയൂർ ഉസ്താദിന്റെ ഖബർ സിയാറത്തിന് പോകുന്നവരോട്, മക്കളെ, ആ
ഖബറിന്റെ പരിസരത്ത് പോകുമ്പോ നിങ്ങൾക്കൊരു ഭയമുണ്ടാകണം, ഒരു പേടിയുണ്ടാകണം. പെങ്ങളെ ശബ്ദമൊക്കെ ഒന്ന് താഴ്ത്തണം. പെങ്ങള് പൊന്നുമോനെ, ഖബറിന്റെ ചാരത്ത് പോകുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അല്ലാഹുവേ, സാധാരണ നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഖബറുണ്ടല്ലോ, നിന്റെ വാപ്പ കിടക്കുന്ന, നിന്റെ ഉമ്മ കിടക്കുന്ന, നിന്റെ കൂടപ്പറപ്പ് കിടക്കുന്ന സാധാരണ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകുമ്പോ പോലും വല്ലാത്ത ബഹുമാനം വേണമല്ലോ. പടച്ചവനെ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണം. അത് ഔലിയാക്കന്മാരുടെ ഖബറിനെ കുറിച്ചല്ല, മഹാന്മാരുടെ ഖബറിനെ കുറിച്ചല്ല. ഖബറിനെ കുറിച്ച് പറഞ്ഞാ കരയണമടോ, ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കണമടോ. ഖബർ കണ്ടാ കരയണമെന്നാണ്. അതുകൊണ്ട് ബഹുമാനവും ആദരവും കൊടുത്തിട്ട് വേണം അവിടത്തേക്ക് കടന്നു പോകാൻ. നിങ്ങളെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തിരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഖബറിന്റെ മുകളിൽ ബോധമില്ലാതെ കിടന്ന മനുഷ്യനാ. പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം കരയാതെ വായിക്കാൻ പറ്റുമോ പെങ്ങള്? ചരിത്ര പുസ്തകം വായിക്കാൻ കിട്ടും പെങ്ങള്. കരയാതെ നിന്നെ കൊണ്ട് പറ്റുമെങ്കിലും വായിച്ചു തീർക്ക്. ചിലരുടെ ചരിത്രം വായിച്ചാൽ അറിയാതെ കരഞ്ഞു പോകും പെങ്ങള്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണമെടുത്തെന്ന് മനസ്സിലാവുകയാണ്, മരണമെടുത്തെന്ന് മനസ്സിലാവുകയാണ്. കുളിച്ചു ഒരുങ്ങുകയാണ്, കഫം തുണി എടുക്കുകയാണ്, മരിക്കാൻ തയ്യാറായി. പടച്ചവനെ, റൂമിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. കഫം തുണിയും എടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കിടക്കുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ, വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, പോവുകയാ ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, പൊരുത്തം തരണേ. ഭർത്താവ് ഭാര്യയോട് യാത്ര പറയുകയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാ പോവുകയാണ്. അങ്ങനെ പരസ്പരം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി വല്ലതും പറയാനുണ്ടോ? സമയമായി ഫാത്തിമ, സമയമായി ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ കരയുകയാണ്, ഫാത്തിമ കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ വെളിയിലിറങ്ങ്, റൂമിന്റെ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, എന്തേ ഈ അവസാന സമയം എന്നെ റൂമിന്റെ അകത്ത് നിന്ന് പുറത്താക്കുന്നത് എന്തിനാണ്? നിങ്ങളോട് കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസാന നിമിഷമാണല്ലോ, ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരമാണല്ലോ, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? എന്തിനാ പുറത്തിറങ്ങാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല. ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാർ. ഫാത്തിമ,
അതിഥികൾ വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ. എന്റെ അടുത്ത് നിൽക്കല്ലേ, എന്റെ അടുത്ത് നിൽക്കല്ലേ. സ്നേഹം കൊണ്ട് പറയുകയാ ഫാത്തിമ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ സമയത്ത് ഭാര്യയോട് പറയുന്നു വെളിയിലിറങ്ങി വാതിലടയ്ക്കാറ്. മനസ്സില്ല, മനസ്സോടെ വെളിയിലിറങ്ങുകയാണ്. ഭർത്താവിന്റെ റൂമിന്റെ വാതിലടയ്ക്കുകയാണ്. സിനിമാ കഥ പറയുകയല്ല, സീരിയൽ കഥ പറയുകയല്ല, ആർക്കും പഠിക്കാൻ കഴിയുന്ന ചരിത്രമാണ്. ഫാത്തിമ വീടിന്റെ വാതിലടച്ചു. പെങ്ങളെ, ഭർത്താവ് റൂമിന്റെ അകത്തും മരിക്കാൻ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവള് വീടിന്റെ വാതിലടച്ചിട്ട് റൂമിന്റെ പുറത്ത് നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ല റബ്ബേ. ആരാ അല്ലാ വരുന്നത്? മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ആരോ ഒരാള് വരുന്നുണ്ടല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. ആരാണ് തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ആ വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ആരാ വന്നതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നത് എന്തെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്കിനെ സലാം പറഞ്ഞ് സ്വീകരിക്കുകയാണ്. ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ റൂഹ് പഠിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാ. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നിരിക്കുകയാണ്. പടച്ചവരെ, ഫാത്തിമ ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ ഭർത്താവ് പോവുകയാണല്ലോ, എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ. എങ്ങനെയാ അല്ലാ, എന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് കാണണമല്ലോ. പെങ്ങളെ, ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്ന ഉമ്മ അസ്റായീൽ കടന്നു വന്നപ്പോ, റൂഹ് പഠിക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പാരായണം ചെയ്യുകയാണ്. സാധാരണ ആയത്തല്ല ഓതുന്നത്, സാധാരണ ആയത്തല്ല ഓതുന്നത്. ഓതിയായത്തേതെന്നറിയോ? ഓതിയായത്തേതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. എങ്ങനാ നല്ല മരണം കിട്ടുന്നതെന്നറിയുവോ? ആർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയുവോ? ഫാത്തിമ, വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാ ഫാത്തിമ. നല്ല മരണം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? എങ്ങനാ നല്ല മരണം കിട്ടുന്നതെന്നറിയോ? വൽആഖിബതു ലിൽ മുത്തഖീൻ.
ദീന് അല്ലാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറയുകയാണ്. ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. എന്നിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറയുകയാണ്. അനങ്ങുന്നില്ല പെങ്ങള്, അനക്കമില്ല പെങ്ങള്, കയ്യിട്ടടിക്കുന്നില്ല, കാലിട്ടടിക്കുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറക്കുകയാ. പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഖമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സുഗന്ധം റൂമിന്റെ അകത്ത്. തന്റെ ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു പ്രകാശമാ, എന്തൊരു പുഞ്ചിരിയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ റബ്ബേ ലോകത്തോട് വിട പറഞ്ഞു കിടക്കുകയാണ്. എല്ലാവരും ഓടി വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാൻ എല്ലാവരും വരുന്നടോ. വന്നവര് പറയുന്നു എന്തൊരു സുഗന്ധമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു പുഞ്ചിരിയാ അല്ലാഹ്. എല്ലാരും പറയുന്നു പെങ്ങള്, എല്ലാരും പറയുന്നു പെങ്ങള്. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കബറടക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു, കബറടക്കി കഴിഞ്ഞു. ആരും പിരിഞ്ഞു പോകുന്നില്ല. കബറടക്കാമെന്ന് ഒരാളും പിരിഞ്ഞു പോകുന്നില്ല. എല്ലാവരും അവിടെയും ഇവിടെയും ഒരുമിച്ച് നിൽക്കുകയാണ്. വലിയ ചർച്ചയായി, വലിയ ചർച്ചയായി. എല്ലാരും പരസ്പരം പറയുന്നു എന്തൊരു മരണമാ അല്ലാഹ്. അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഭാര്യയോട് യാത്ര പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ. മയ്യത്തിനെ ചുമന്നവരും കുളിപ്പിച്ചവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാ. അല്ലാഹുവേ, ജനങ്ങളെല്ലാവരും കൂടെ തീരുമാനമെടുത്തു, അറിയണമല്ലോ ഇങ്ങനെ ഒരു മരണം കിട്ടാനുള്ള കാരണം അറിയണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് രണ്ടാമതും പോവുകയാണ്. മയ്യത്ത് ഖബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് വിളിക്കുന്നു ഫാത്തിമ. സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല. ഭർത്താവിന്റെ മരണത്തിന്റെ വേദനയിലാണെന്നറിയാം, മരിച്ചതിന്റെ സങ്കടത്തിലാണെന്നറിയാം, ഇരിക്കുകയാണെന്നറിയാം. ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നത് ഒരേ ഒരു കാര്യം ചോദിക്കാനാ, ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. എന്താണെന്നറിയോ, നിന്റെ ഭർത്താവ് മരിച്ചത് പടച്ചവരെ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ. വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് എന്ത് നന്മയാ നിന്റെ ഭർത്താവ് ചെയ്തത്, എന്ത് നന്മയാണ് നിന്റെ ഭർത്താവ് ചെയ്തത്. ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ആ ഫാത്തിമ എന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ
ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ പേടിയാ. എന്റെ ഭർത്താവിന് പടച്ചവനെന്ന് പറഞ്ഞ പേടിയാ. എന്നിട്ട് മഹദി തന്നെ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന പേര് വന്നു. എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന് ഞാനൊന്ന് പറഞ്ഞപ്പോ നരകം പറഞ്ഞില്ല, ഖബർ പറഞ്ഞില്ല, മരണം പറഞ്ഞില്ല, മഹ്ശറ പറഞ്ഞില്ല, സിറാത്ത് പറഞ്ഞില്ല, മീസാൻ പറഞ്ഞില്ല. പെങ്ങളെ അല്ലാ എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാൻ കാലം വരെ ഉറങ്ങാതെ എന്റെ ഭർത്താവ് സുജൂദിൽ കിടന്ന് കരഞ്ഞ മനുഷ്യരാ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പേര് പറഞ്ഞ കരയടേ വാപ്പാ. അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ പേടി വേടേ ഉമ്മ. ഹൃദയമൊന്ന് പിടയ്ക്കടേ, കൈകാലൊന്ന് വിറയ്ക്കടേ. എന്നെ പടച്ച ഒരു റബ്ബുണ്ടെന്നുള്ള ചിന്ത കടന്നു വരടേ. അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹ് എന്ന് പറയുമ്പോ ഒരു പേടി എനിക്കോ നിങ്ങളുടെയോ ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ അല്ലാഹ് നമുക്ക് വേണ്ടി ആ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.